ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഏകദേശം 3 വർഷത്തോളമാണ് നെയ്മർ ജൂനിയർക്ക് ബ്രസീലിയൻ ദേശീയ ടീമിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത്. പരിക്കാണ് അദ്ദേഹത്തിന് വില്ലനായത്. പിന്നീട് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. പക്ഷേ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് ബ്രസീലിയൻ ആരാധകർ ഒന്നടങ്കം ആഘോഷമാക്കിയ ഒരു കാര്യമാണ്. നെയ്മറുടെ അഭാവത്തിൽ ബ്രസീലിന്റെ 10-ാം നമ്പർ ജേഴ്സി റോഡ്രിഗോ അണിഞ്ഞിരുന്നു. പിന്നീട് വിനീഷ്യസ് ജൂനിയർ അണിഞ്ഞിരുന്നു. ഇപ്പോൾ നെയ്മർ ജൂനിയർ തിരിച്ചെത്തുകയാണ്. ഇതേക്കുറിച്ച് വിനീഷ്യസ് ജൂനിയറോട് പുതിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ബ്രസീലിന്റെ 10-ാം നമ്പർ ജേഴ്സി അത് നെയ്മർക്ക് തിരിച്ചു നൽകുമോ, എന്നിട്ട് നിങ്ങൾ ആ പഴയ 7-ാം നമ്പർ ജേഴ്സി തന്നെ എടുക്കുമോ എന്നായിരുന്നു വിനിയോട് പുതിയ അഭിമുഖത്തിൽ ചോദിച്ചിരുന്നത്. അതിന് രസകരമായ രൂപത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുള്ളത്. അതായത് 10-ാം നമ്പർ ജേഴ്സി അത് നെയ്മറുടേത് തന്നെയാണ്, അത് നെയ്മർക്ക് തന്നെയാണ്. എൻ്റെ ജേഴ്സിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിൽ 7-ാം നമ്പർ ജേഴ്സി ധരിക്കുമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജേഴ്സി ധരിക്കുമോ എന്ന കാര്യത്തിൽ തനിക്കറിയില്ല, ഉറപ്പില്ല. പക്ഷെ 10-ാം നമ്പർ ജേഴ്സി അത് എന്തായാലും നെയ്മറുടേത് തന്നെയാണ് എന്നാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിൽ തിരിച്ചെത്തിയ സ്ഥിതിക്ക് 10-ാം നമ്പർ ജേഴ്സി അത് നെയ്മർ തന്നെയായിരിക്കും അണിയുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പെലെ ഉൾപ്പെടെയുള്ള ഒരുപാട് ഇതിഹാസങ്ങൾ അണിഞ്ഞ ഒരു ജേഴ്സിയാണ് 10-ാം നമ്പർ. അത് അണിഞ്ഞുകൊണ്ടാണ് നെയ്മർ വീണ്ടും വേൾഡ് കപ്പിന് ഇറങ്ങുന്നത്. നെയ്മറുടെ അഭാവത്തിൽ മറ്റു പല താരങ്ങളും ആ ഒരു ജേഴ്സി അണിയുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.